ഹായ്, ഞാൻ മുഹമ്മദ് ഇഷാം. എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ തായാട്ട്. കെ തായാട്ടിന്റെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം തായാട്ട് കുഞ്ഞനന്ദൻ. എത്ര അനുയായികളുമായാണ് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? ഉത്തരം 79 അനുയായികളുമായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിനു നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1930 മാർച്ച് 12. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ഗുജറാത്തിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്ന്. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത്? ഉത്തരം 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത്? ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം കമല കൗൾ. ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ആധുനിക ഇന്ത്യയുടെ ശില്പി. ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവിന്റെ പേരെന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റുവിന്റെ എത്രാമത്തെ വയസ്സിലാണ് മകൾ ഇന്ദിരാഗാന്ധി ജനിക്കുന്നത്? ഉത്തരം 28ാമത്തെ വയസ്സിൽ. ഗാന്ധിജിയെ കുറിച്ച് മഹാകവി വള്ളത്തോൾ എഴുതിയ കൃതി ഏതാണ്? ഉത്തരം എന്റെ ഗുരുനാഥൻ. മഹാത്മാഗാന്ധി ജനിച്ച വർഷം? ഉത്തരം 1869 ഒക്ടോബർ 2. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ജഡം കടലിൽ പൊങ്ങിക്കെടുക്കുന്നത് നിങ്ങൾ കാണും. അജയതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ഉത്തരം കെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതിയിൽ നിന്ന്. ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് 1893 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലമേതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 1899 മുതൽ 1902 വരെ നടന്ന യുദ്ധത്തിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാൻ ബ്രിട്ടീഷുകാരോടൊപ്പം ഗാന്ധിജി സന്നദ്ധനാവുകയും തുടർന്ന് ആംബുലൻസ് സംഘം രൂപവത്കരിക്കുകയും ആ സംഘത്തെ ഗാന്ധിജി നയിക്കുകയും ചെയ്തു. ഏതാണ് ആ യുദ്ധം? ഉത്തരം ബോവർ യുദ്ധം. ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന 2 പ്രധാന ആദർശങ്ങൾ ഏതൊക്കെ? ഉത്തരം സത്യം, അഹിംസ. ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലാണ്? ഉത്തരം ഗുജറാത്തി ഭാഷയിൽ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാര്? ഉത്തരം വിഷ്ണു ദിഗംബർ പലൂസ്കർ. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്ന കാലമേതാണ്? ഉത്തരം 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോഴാണ്?
ഉത്തരം 1916. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 1921 വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതിന് നെഹ്റുവിന് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു? ഉത്തരം 6 മാസത്തെ ജയിൽവാസം. ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം 1930 ഏപ്രിൽ 6 രാവിലെ 6 മണിക്ക്. വൈക്കം സത്യാഗ്രഹ വേളയിൽ കേരളത്തിലെത്തിയ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമേത്? ഉത്തരം 1925. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം സ്വദേശാഭിമാനി. കാലാപാനി എന്നറിയപ്പെടുന്ന സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിക്ക് 61 വയസ്സായിരുന്നു പ്രായം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരായിരുന്നു? ഉത്തരം ഗാന്ധിജിയുടെ പൗത്രനായിരുന്ന കാന്തിലാൽ. അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു പ്രായം. ഉപ്പ് എന്തിന്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉത്തരം ശക്തിയുടെ പ്രതീകം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം തുളസീദാസ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്നുള്ളവർ ആരെല്ലാം? ഉത്തരം മകൻ മണിലാൽ, പൗത്രൻ കാന്തിലാൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി.